കാലിത്തൊഴുത്തിലേക്ക് എന്ന തിരുവചന ധ്യാന യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്കാണല്ലോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാലിത്തൊഴുത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന എല്ലാവർക്കും തിരുപ്പിറവിയുടെ വിശുദ്ധിയും നന്മയും സന്തോഷപൂർവ്വം ആശംസിക്കുന്നു. പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. ഒരു ഗ്രാമത്തിലൊരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു. വളരെ ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലുമാണ് ഗുരു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ആകെയുണ്ടായിരുന്ന സമ്പാദ്യമെന്ന് പറയാവുന്നത് ഒരു വാദ്യോപകരണവും ഒരു ഭാണ്ഡക്കെട്ടുമായിരുന്നു. എങ്കിലും ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ആത്മീയമായ ചൈതന്യം സ്വീകരിച്ചിരുന്നത് ഗുരുവിൽ നിന്നുമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഗുരു ഗ്രാമത്തിലെ ചന്തസ്ഥലത്തേക്ക് വരും. അവിടെ നിന്ന് തൻ്റെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കും. ദൈവസ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ചുള്ള ഈ ഗാനങ്ങളാണ് ഗ്രാമീണർക്ക് ആത്മീയ പ്രചോദനമായി നിലകൊണ്ടത്. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു. ഒരു ദിവസം രാത്രി തൻ്റെ ഗാനശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് കുറേയധികം മോഷ്ടാക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചു. കയ്യിലുണ്ടായിരുന്ന വാദ്യോപകരണവും ഭാണ്ഡക്കെട്ടും അവർ പിടിച്ചു വാങ്ങി. അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി വഴിയരികിൽ തള്ളി. പിറ്റേ ദിവസം രാവിലെ വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. എല്ലാവരും ദുഃഖിച്ചു. ഇന്ന് വൈകുന്നേരം ഗുരുവിൻ്റെ ഗാനശുശ്രൂഷ കേൾക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്നവർ ദുഃഖിച്ചു. എങ്കിലും എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അന്ന് വൈകുന്നേരവും ഗുരു ഗ്രാമത്തിലെ ചന്തസ്ഥലത്തെത്തി. പതിവ് പോലെ സുന്ദരമായ ഗാനങ്ങൾ ആലപിച്ചു. ഗാനശുശ്രൂഷയുടെ അവസാനം ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ കരുതി താങ്കൾ ഇന്ന് വരികയില്ല എന്ന്. ഗുരു മറുപടി പറഞ്ഞു, മോഷ്ടാക്കൾ എൻ്റെ സകലതും മോഷ്ടിച്ചു കൊണ്ടുപോയെങ്കിലും ഒന്നവർക്ക് മോഷ്ടിക്കുവാൻ സാധിക്കുമായിരുന്നില്ല, എൻ്റെ ഹൃദയത്തിലെ സംഗീതം. മറ്റാർക്കും എടുത്തുകൊണ്ടു പോകുവാൻ സാധിക്കാത്ത ഹൃദയത്തിലെ ആ സംഗീതമാണ് എന്നെ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, തിരുപ്പിറവി എന്ന് പറയുന്നതും ഒരിക്കലും നഷ്ടപ്പെടാതെ ദൈവം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സംഗീതത്തിൻ്റെ ഒരു ഓർമ്മയാണല്ലോ. നൂറ്റാണ്ടുകളായി, തലമുറകളായി ജനങ്ങൾ ദൈവത്തോട് കാണിച്ച എല്ലാ ധിക്കാരങ്ങളും, അനുസരണക്കേടുകളും, പാപങ്ങളും ഒന്നും തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യവംശത്തോടുള്ള സ്നേഹമാകുന്ന സംഗീതം ഊറ്റിക്കളഞ്ഞില്ല. മനുഷ്യവർഗത്തോടുള്ള കരുതലാകുന്ന, കരുണയാകുന്ന സംഗീതം എടുത്തു കളഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സ്നേഹമാകുന്ന സംഗീതവുമായി ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ അവതരിച്ചത്. ഇന്നിതാ തിരുപ്പിറവി നാളിൽ ദൈവത്തിൻ്റെ ഈ ഹൃദയ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ പ്രകാശനം നാം കേൾക്കുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. ഇപ്രകാരം ഒരിക്കലും വറ്റിപ്പോകാത്ത ദൈവഹൃദയത്തിലെ സംഗീതം ദൈവത്തിന് ജനങ്ങളെക്കുറിച്ചുള്ള കരുതലാർന്ന ഓർമ്മയാണ്. അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഖറിയാസ് പുരോഹിതനെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. സഖറിയാസ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കർത്താവ് ഓർമ്മിക്കുന്നു എന്നതാണല്ലോ. കർത്താവ് ഓർമ്മിക്കുന്നു എന്ന പേര് ലഭിച്ചിരിക്കുന്ന സഖറിയാസ് തൻ്റെ വാക്കുകളിലൂടെയും കർത്താവിൻ്റെ ഓർമ്മകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കലും മറക്കാത്ത കർത്താവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച്, ചരിത്രത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ ഓർമ്മയെക്കുറിച്ച്, നിരന്തരമായി ദൈവം പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് സഖറിയാസ് ഓർമ്മിപ്പിക്കുകയാണ്. തിരുപ്പിറവി നാളിൽ ദൈവത്തിൻ്റെ ഈ ഓർമ്മയാകുന്ന സംഗീതമാണ് നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത്. ജീവിതത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ഏത് വഴിത്താരകളിലും, ഏത് തിന്മയുടെ അവസരത്തിലും, ഇരുളു വീണ് കിടക്കുന്ന ജീവിത വഴിത്താരകളിൽ ദൈവം എന്നെ ഓർമ്മിക്കുന്നു എന്ന പ്രകാശത്തിൻ്റെ ഉദയരശ്മി നമ്മളെ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കും. ദൈവം എന്നെ ഓർമ്മിക്കുന്നു എന്ന പ്രത്യാശയും, ദൈവത്തെ ഞാൻ ഓർമ്മിക്കുന്നു എന്ന പ്രഘോഷണവും, ദൈവത്തിനു വേണ്ടി ജനങ്ങളെ ഞാൻ ഓർമ്മിക്കുന്നു എന്ന പ്രകടനവും പ്രവർത്തനവും, അങ്ങനെ
തിരുപ്പിറവി എന്നത് ഓർമ്മകളുടെ വിശുദ്ധമായ ആഘോഷങ്ങളായിരിക്കണം, നന്മയുടെ ഓർമ്മകളുടെ ആഘോഷമായിരിക്കണം. തിരുപ്പിറവി ഒരുക്കുന്ന ദൈവീകമായ ഓർമ്മയുടെ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയുടെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുറിച്ചുള്ള ഓർമ്മയുടെ ആഘോഷത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഓർമ്മയുടെ സംഗീതങ്ങൾ സമൃദ്ധമായി അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുപ്പിറവിയുടെ എല്ലാ നന്മയും വിശുദ്ധിയും വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു.